ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഞാൻ പരിപ്പും എൻ്റെ കയ്യിലുള്ള വെജീസ് എല്ലാം മുറിച്ചിട്ടിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ചേനയും ചേമ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവാനായിട്ട് വെക്കുക. നല്ലോണം വേവണം. പരിപ്പും നമ്മളുടെ വെജീസ് നല്ലോണം വെന്ത് കിട്ടണം. പിന്നെ ബീൻസും മുരിങ്ങക്കായും എടുത്തിട്ടുണ്ട്. നമ്മളുടെ അടുത്ത് ഉള്ള തരക്കാരിയെല്ലാം നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ അടുത്തുള്ള വെജീസ് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തുണ്ടോ അതെടുക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ലോണം ടേസ്റ്റി ആയിട്ടും ഉണ്ടാവും. നമുക്ക് ചോറിൻ്റെ കൂടെയോ ദോശ, ഇഡലി അതിൻ്റെയൊക്കെ എല്ലാം കൂടെ നമുക്ക് യൂസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി സാമ്പാറാണ്. പിന്നെ ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അതിലേക്ക് തന്നെ കുറച്ച് പുളീൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീനെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ സാമ്പാർ വെന്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇനി നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ടിട്ട് ഒരു വിസിലാക്കിയിട്ട് എടുക്കാം. നല്ലോണം വെന്തൊടയരുത്, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല തിന്നാൻ. അതിനെക്കൊണ്ട് നമുക്ക് ആവശ്യത്തിലുള്ളത്ര ഒരു വിസിലിൽ വെന്ത് കിട്ടും. അപ്പോൾ അത്ര വേവിച്ചിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വറവിട്ട് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുകിട്ടിട്ട് പിന്നെ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കയ്യിലുള്ള സാമ്പാർ പൊടി ഇട്ടിട്ട് മിക്സാക്കുക. കുറച്ച് കായപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഇടുക. എരിവ് ഉണ്ടെങ്കിൽ ഇടണ്ട. എരിവ് ആവശ്യമില്ലാത്തൊരു ഇടണ്ട. ഞാനിവിടെ സ്കിപ്പാക്കിയിട്ടുണ്ട്. കുട്ടികളുണ്ടല്ലോ അതിനെ കൊണ്ട് ഞാൻ സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. സാമ്പാറിലേക്ക് പുളിവെള്ളയും വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്ര വെള്ളം വേണോ അത്ര ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് എടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തിയും എല്ലാമായ സാമ്പാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് കഴിച്ചത്. സാമ്പാറും മീൻ പൊരിച്ചതും ക്യാബേജിൻ്റെ ബറവും കൂടിയുണ്ട്. നല്ല സാമ്പാറും മത്തി ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അതിൻ്റെ മസാലേൻ്റെ വീഡിയോ മാത്രമാണ് എടുത്തത്. അപ്പോൾ ഓക്കെ ബൈ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ.